ഒരു യുവ ഡാറ്റ അനലിസ്റ്റ് റെഡിറ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. H1B വിസയെ ആശ്രയിക്കുന്ന അമേരിക്കയിലെ പല വിദേശ ബിരുദധാരികളുടെയും ദുരിതമാണ് ഇതിൽ പറയുന്നത്. സോൾട്ട് ലേക്ക് സിറ്റി ആസ്ഥാനമായുള്ള ഒരു ഡെന്റൽ ഇംപ്ലാന്റ് കമ്പനി H1B വിസ സ്പോൺസർ ചെയ്യാമെന്ന് വാക്കുകൊടുത്ത ശേഷം അവസാന നിമിഷം അത് പിൻവലിച്ചതിനെക്കുറിച്ചാണ് പോസ്റ്റ്. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് വിസയിൽ ജോലി ചെയ്യുകയായിരുന്ന റെഡിറ്റർ ജോലിക്ക് ചേരുമ്പോൾ H1B വിസയ്ക്ക് കമ്പനി സ്പോൺസർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പലതവണ ചോദിച്ചിട്ടും കൃത്യമായ മറുപടി കിട്ടിയില്ല. ഒടുവിൽ വിസ ലോട്ടറിക്ക് തൊട്ടുമുൻപുള്ള ദിവസം കമ്പനി സ്പോൺസർ ചെയ്യില്ലെന്ന് മാനേജർ അറിയിക്കുകയായിരുന്നു. ഈ പോസ്റ്റ് ധാരാളം ആളുകൾ ഏറ്റെടുത്തു. സ്റ്റീം OPTയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പലരും പറയുന്നു. കാരണം അവർക്ക് പഠനശേഷം അമേരിക്കയിൽ ലീഗലായി ജോലി ചെയ്യാൻ കുറഞ്ഞ സമയം മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തിന് പുതിയ ജോലി കണ്ടെത്താനും H1B സ്പോൺസർഷിപ്പ് നേടാനും 90 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ നാട് കടത്തപ്പെടും. ഇതുപോലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റുകളിൽ പലരും പറയുന്നുണ്ട്. H1B സ്പോൺസർ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് പിന്മാറുന്ന കമ്പനികൾക്കെതിരെ പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതലും കർശനമാക്കിയെന്നും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. വിദേശ ബിരുദധാരികൾ ഈ വിഷയത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പലപ്പോഴും ഇമിഗ്രേഷൻ അധികാരികൾ വിസ കിട്ടിയവരെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. സ്പോൺസർ ചെയ്യുന്ന കമ്പനികളുടെ കാര്യത്തിൽ അന്വേഷണം നടത്താറില്ല. ഒരു അവസരം നഷ്ടമായാൽ പോലും അത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും വേദനയോടെ ഓർക്കുന്നു. ഇമിഗ്രേഷൻ്റെയും ജോലിയുടെയും കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധയും കഷ്ടപ്പാടും ആവശ്യമാണ്. അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്ന വാർത്തകൾ നേരത്തെ വരുന്നുണ്ട്. പ്രധാനമായും H1B വിസയിൽ ജോലി ചെയ്യുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. പല കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഇവരുടെ ഭാവിയെ ആശങ്കയിലാക്കുന്നുണ്ട്. കൂടാതെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതും ഇവരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് പലരെയും നാടുകടത്തുന്നതിലേക്ക് വരെ എത്തിച്ചേക്കാം. ടെക്, കൺസ്യൂമർ, ഉൽപ്പാദന മേഖലകളിലെല്ലാം പിരിച്ചുവിടൽ വ്യാപകമാവുകയാണ്. H1B വിസ ഉടമകൾ അവരുടെ അനുഭവങ്ങൾ റെഡിറ്റ്, X തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. വിസ റദ്ദാക്കൽ, ടീമുകളെ പിരിച്ചുവിടൽ, വിസ ട്രാൻസ്ഫറുകൾ നിരസിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ജോലി നഷ്ടപ്പെട്ട ഒരു ടെക് ജീവനക്കാരൻ റെഡിറ്റിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഞാനൊരു പുതിയ ജോലി കിട്ടി തിരികെ US പോവുകയായിരുന്നു. എൻ്റെ വിസ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ അവിടെ പ്രവേശിപ്പിച്ചില്ല. എൻ്റെ B1, H1B വിസകളും റദ്ദാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങൾ കാത്തിരുന്ന് H1B വിസ കിട്ടിയ ഒരാൾ പറഞ്ഞത്, ഞാനിവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തു, പക്ഷേ പെട്ടെന്ന് സ്പോൺസർഷിപ്പില്ലെന്ന് പറഞ്ഞു. വിസ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ്. പല കമ്പനികളും ടീമുകളെ മുഴുവനായി പിരിച്ചുവിടുന്നു. പല പ്രൊജക്റ്റുകളും പെട്ടെന്ന് നിർത്തിവെക്കുന്നു. ഇതിൽ കൂടുതൽ പേരും ഇന്ത്യയിൽ നിന്നുള്ള H1B വിസയിൽ ജോലി ചെയ്യുന്നവരാണ്. ട്രൂഅപ്പ് എന്ന ഗ്ലോബൽ ട്രാക്കർ പറയുന്നതനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ മാത്രം 2720 ടെക് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലുള്ള വലിയ കമ്പനികൾ പോലും ജീവനക്കാരെ ഒഴിവാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ടെക് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. എയർലൈൻസ്, ഹോസ്പിറ്റാലിറ്റി, കൺസ്യൂമർ ഗുഡ്സ് കമ്പനികളും ജീവനക്കാരെ കുറയ്ക്കുകയാണ് എന്നാണ് ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. വിസ റദ്ദാക്കുന്നതും രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിക്കുന്നതും ജീവനക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. നിയമപരമായി വിസയുള്ളവരെ പോലും പലപ്പോഴും എയർപോർട്ടിൽ തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. H1B വിസയിലുള്ള പലരെയും ഇന്ത്യയിൽ നിന്ന് തിരികെ വരുമ്പോൾ രാജ്യത്തേക്ക് കയറ്റുന്നില്ല. അവരുടെ B1, H1B വിസകൾ റദ്ദാക്കുന്നു. ഈ വിഷയത്തിൽ നിയമവിദഗ്ധരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നവരെ ഈ പ്രതിസന്ധി ബാധിക്കുന്നുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അവരുടെ 46,000 US ജീവനക്കാരുടെ ശമ്പള വർധനവ് വൈകിപ്പിച്ചെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. മറ്റു പല കമ്പനികളും ഇത് പിന്തുടരാൻ സാധ്യതയുണ്ട്. ആഗോളതലത്തിലുള്ള സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണ് ഇതിന് കാരണം.